അവനെന്ന് വെച്ചാൽ എനിക്കൊരു ടൈനി ബേബി പോലെ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഹലോയ്ക്ക് ഇന്ന് അത്ര വലിയ സുഖമൊന്നുമില്ല. അത് എന്താ സംഭവം എന്നുള്ളത് സ്ഥിരമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക്, പേഴ്സണലി എന്നെ അറിയുന്ന ആളുകൾക്കും ഒക്കെ ഏകദേശം അറിയാൻ പറ്റും. സംഭവം വേറൊന്നുമല്ല, റീസെൻ്റ്ലി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ അതുക്കുട്ടൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോഴാണെങ്കിലും ശരി, ഇന്നലെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുള്ള എന്നെ അറിയുന്ന എൻ്റെ കോണ്ടാക്റ്റുള്ള ആളുകളാണെങ്കിലും ശരി, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അതുക്കുട്ടന് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് ബ്രീത്ത് എടുത്ത സമയത്ത് ഞാൻ 2 പേർക്കെന്തോ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ആർക്കും എനിക്കൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. ശരിക്കും ഇപ്പോഴും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒട്ടൊരു ആഗ്രഹം ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവർക്കും അതിനുള്ളൊരു റിപ്ലൈ എന്നുള്ള രീതി എന്താണ് കാരണം എന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നെ അറിയാത്തവർക്കും എല്ലാവർക്കും കൂടെയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുക്കുട്ടൻ്റെ പെറ്റായിരുന്നു. അവനെനിക്കൊരു പെറ്റ് ക്യാറ്റ് എന്നതിലുപരി ശരിക്കും എനിക്ക് അവനൊരു ഏഞ്ചലായിരുന്നു. അവനെ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് അവനൊരിക്കലും പോവില്ല. അത്രയും പാവം കുട്ടിയായിരുന്നു. എല്ലാത്തിനും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ എവിടെയെങ്കിലും സാഡായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സാഡായിട്ട് നിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ശരി, ഇവൻ അവിടെ വരും. ഇവൻ ഇവിടെ ഐഷുമ്മ ഉണ്ട്. ഐഷു അവൻ്റെ കൂടെയുള്ള അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവർ രണ്ടുപേരും കൂടെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ ഞാൻ മാറ്റി നിർത്താതെ, അവരൊരിക്കലും വേറെ പിരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അവനിനി ഇപ്പം കളിച്ചുകൊണ്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഓടിച്ചാടി കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ അവൻ്റേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും ശരി, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വിഷമിച്ചിരിക്കുകയോ എന്തെങ്കിലും ഒരു ഇതിൽ ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് അവൻ ഓടി വരും. അവനോട് ആരോ പറഞ്ഞു കൊടുത്തു പോലെ. എന്ന് വെച്ചാൽ എത്ര ഇതിലാണെങ്കിലും അവൻ എന്താ ചെയ്യുക, ആ ഒരു ടൈമിൽ ഓടി വന്നിട്ട് ഞാൻ ചിലപ്പം ബെഡിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ വരും. എന്ത് പറ്റി എന്നുള്ള രീതിയിൽ എന്നിങ്ങനെ അവൻ എൻ്റെ കണ്ണിലോട്ട് എന്നിങ്ങനെ നോക്കും. ശരിക്കും എന്താ പറയുക, പെറ്റ്സിനൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എസ്പെഷ്യലി എന്താ ക്യാറ്റ്സിന് അവർക്ക് നമ്മളുടെ ഫീലിങ്സ് അറിയാൻ പറ്റുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് അതുക്കുട്ടൻ്റെ ഇതിൽ നിന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊന്നിങ്ങനെ അവനിങ്ങനെ വരും, പോസ് എടുത്തിട്ട് അവൻ എൻ്റെ കയ്യിലിങ്ങനെ വെക്കും, ഇല്ലെങ്കിൽ എൻ്റെ മുഖത്തിങ്ങനെ വെക്കും. എന്നിട്ട് എൻ്റെ കൂടെ അവനിങ്ങനെ കിടക്കും. എന്നിട്ട് എന്തോ അവൻ ചോദിക്കുന്ന പോലെയാണ്, എന്ത് പറ്റി, എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ കൂടെ ഇല്ലേ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഞാനില്ലേ, എന്തിനാ അങ്ങനെയൊക്കെയുള്ളൊരു അവനിങ്ങനെ എന്നോട് പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അവരൊറ്റ നോട്ടത്തിൽ അവനിങ്ങനെ പറയും. അവൻ എത്ര കളിച്ച് കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കും. ഞാൻ കിടക്കുകയാണെങ്കിൽ അവൻ എൻ്റെ കൂടെ കിടക്കും. എന്നിട്ട് അവൻ എൻ്റെ കൂടെ കിടന്നുറങ്ങും. ഞാനവന് പാട്ട് പാടി കൊടുക്കും. ഞാനതൊക്കെ റീസെൻ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ഞാൻ ഹഗ് ചെയ്യും, എന്നിട്ട് ഞാനും കിടന്നുറങ്ങും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ് മേക്കർ ആയിരുന്നു അവൻ. അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവാണ് അതുക്കുട്ടൻ എന്ന് വെച്ചാൽ. അവൻ ഈ എല്ലാ പൂച്ചകളെയും പോലെ, പൂച്ചക്കുട്ടികളൊക്കെ നോർമലി കരയുന്ന പോലെ പോലും അവനങ്ങനെ കരയാറില്ല. അവൻ്റെ വോയിസ് ഒന്ന് കേൾക്കാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യടാ അതുക്കുട്ടാ, നീ ഒന്ന് കരഞ്ഞേടാ നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അവൻ ചിലപ്പോൾ ഒരു മൂളൽ പോലെയൊക്കെ നമുക്ക് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 തവണ ഇവനിങ്ങനെ മിസ്സായിട്ട് ഇങ്ങനെ ഞാൻ പോയി ഇങ്ങനെ കംപ്ലീറ്റ് തപ്പി. ഒരു ദിവസം രാത്രി ഇവനെ കാണുന്നില്ല, മൊത്തത്തിൽ തപ്പി കിടന്ന് ഞാൻ അവസാനം കരച്ചിലും ബഹളമൊക്കെ ആയി. അങ്ങനെ ഇവിടെ ഒന്നും നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും മൂളുന്ന പോലെയൊക്കെ, അപ്പോൾ ഞാൻ ഇവൻ എവിടെയോ ഉണ്ടല്ലോ, അങ്ങനെ ഇവിടെയൊക്കെ നോക്കാൻ പറ്റും, അവിടെയൊക്കെ നോക്കി കാണുന്നില്ല. അവസാനം എന്തോ ഒരു ഇതിൽ ഞാനിങ്ങനെ എൻ്റെ വാർഡ്രോബ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി എന്നെ നോക്കിക്കൊണ്ട് അവനിങ്ങനെ ഇരിക്കപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ചിരിയും വരുന്നുണ്ട്. ഞാൻ കരഞ്ഞോണ്ട് തന്നെ ഇത് നോക്കുന്നത്. എപ്പോഴോ കയറിയിരുന്ന അവൻ. പിന്നെ ഒരു ദിവസം കിച്ചണിലെ കബോർഡിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോഴും തപ്പിയിടണം. അപ്പോഴും ഇവൻ കരയുന്നില്ല. പൂച്ചകളൊക്കെ എന്ത് എവിടെയെങ്കിലും പെട്ടുപോയാലൊന്നും കരയില്ല. ഇവൻ അങ്ങനെ പോലും കരയുന്നില്ല. അവനറിയായിരിക്കും എങ്ങനെയെങ്കിലും അവരത് തുറക്കും, അവനെ കിട്ടും എന്നുള്ളത്. അതുകിட்ட ഭയങ്കര പീസ് മേക്കർ ആയിരുന്നു. നമുക്ക് ഹാപ്പിനെസ് വരുന്ന ഒരാളായിരുന്നു. അവനെന്ന് വെച്ചാൽ എനിക്കൊരു ടൈനി ബേബി പോലെ, ഒരു കുഞ്ഞാൺകുട്ടി അതുപോലെയാണ്. ഞാനിങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പേടി ആർക്കാണെങ്കിലും വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഞാൻ ഓർക്കും, എന്തിനാ ഞാൻ പേടിക്കുന്നത്, അതുകുട്ടനുണ്ടല്ലോ. അപ്പം അവൻ എൻ്റെ കൂടെ എവിടെയും കാണും. ഞാൻ കിച്ചണിൽ പോയാൽ അവിടെ ഉണ്ടാവും, റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരും, എവിടെ ഇവൻ എൻ്റെ കൂടെ വരും. ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ കൂടെ വരും. ഇവൻ എന്നെ ഒരിക്കലും തനിച്ചാക്കിയിട്ടില്ല. ഞാനിവിടെ വീട്ടിലുള്ള സമയത്തൊക്കെ അവൻ വരും. ഇപ്പം ഞാൻ പുറത്ത് എന്തിനെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഇവനകത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊരു കിച്ചണിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്, ഇവൻ അതിൽ കൂടെ ഇറങ്ങും. ഇവൻ ഇവിടെയുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്.
ഇവിടുത്തെ കൊച്ചുകുട്ടികൾ എല്ലാവരുടെയും, അവനെല്ലാവരുടെയും വീട്ടിലിങ്ങനെ പോവും, എല്ലാവരെയും ഒന്ന് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യും, അവരൊക്കെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് അത് കിട്ടാൻ തിരിച്ചു വരും. എവിടെയെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, നേരെ ഞാൻ വരുന്നവരെ അവൻ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്നെ കാണുമ്പോൾ അവൻ ഓടി വരും, ദൂരത്തുനിന്ന് എന്നെ കാണുമ്പോൾ അവൻ ഇങ്ങനെ ഓടി വരും, എന്നിട്ട് എൻ്റെ വണ്ടിയുടെ കൂടെ അവൻ വരും. ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതുകൂടനും ഐഷുമയും ആണ്. അവരുണ്ടല്ലോ അങ്ങനെയൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യക്കുട്ടൻ. അവൻ ഇപ്പം ഞാനെന്ന് മാത്രമല്ല കേട്ടോ, ഇവിടെ ആര് വന്നാലും ഇപ്പം അവൻ കുറച്ച് ടൈം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പം മനസ്സിലായി ഇവർക്ക് എന്തോ ഉള്ളിൽ. ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കും എന്തെങ്കിലും സങ്കടം ഉണ്ടാകുന്ന ചോദിക്കും. എന്ന് വെച്ചാൽ ആദ്യക്കുട്ടൻ ആരുടെ കൂടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരൊന്ന് ഹാപ്പി ആക്കാൻ അവൻ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. എനിക്ക് പലതവണ അവനൊരു മിറക്കിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി പൂച്ചക്കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. ഞാനിവിടെ പൂച്ചക്കുട്ടികളെ കണ്ടാലും ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പൂച്ചക്കുട്ടികളെ എടുത്ത് വഴിയിലേക്ക് എടുത്തെറിയും. അവിടെ നിന്നൊക്കെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ മീൻ പൊരിച്ച് വയ്ക്കുന്നതും അതൊക്കെ എടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും. കഴിക്കാനായിട്ട് എനിക്ക് കിട്ടുന്നതെല്ലാം അവർക്ക് കൊടുക്കും. ഹോർലിക്സ് അടിച്ച പാല് കൊടുക്കും, അങ്ങനെയൊക്കെ. പൂച്ചക്കുട്ടികളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആദൂനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും. അവൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈനി ലിറ്റിൽ ഏഞ്ചൽ തന്നെയാണ് അവൻ. കാരണം അത്രത്തോളം അവൻ എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവനുണ്ടായിരുന്ന സമയത്തൊക്കെ അവൻ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുണ്ട്. ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ അവൻ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്, അള്ളാ എനിക്ക് അങ്ങനെ ഒരാൾ എനിക്ക് തന്നില്ലേ, അങ്ങനെയുള്ള ഒരു ഇതൊക്കെയായിരുന്നു. ഐഷുമ്മ ഞങ്ങളുമായിട്ട് അത്ര വലിയ, അവൾ ക്ലോസ് ആണ്, എന്നാലും അവൾ അത്രത്തോളം അതിന് അത്രയും ക്ലോസോ കാര്യങ്ങളൊന്നുമല്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ, സ്നേഹിക്കാനാണെങ്കിൽ അവൾ വരും, സ്നേഹമൊക്കെ കാണിക്കും, തിരിച്ച് നമ്മൾ കാണിക്കും. പക്ഷെ ആദ്യക്കുട്ടൻ്റെ അത്ര ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നുമല്ല. രണ്ടും കൂടി ഇടിയും വഴക്കും കാര്യങ്ങളും. അവർ രണ്ടുപേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. അവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അതേസമയം തന്നെ ഇവനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐഷു എൻ്റെ അടുത്ത് വരും. എന്നിട്ട് അവളൊരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും ഇവൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ ഇവനെ തപ്പി പോകുന്ന സമയത്ത് ഐഷു എൻ്റെ കൂടെ വരും. എന്നിട്ട് അവനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇവൾ ആദ്യം ഒരു തട്ടൊക്കെ കൊടുക്കും, നീ എവിടെ ആയിരുന്നടാ എന്നൊക്കെ ചോദിച്ചിട്ട്. അത്രയും തിക് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അതുകൂട്ടന് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് അതുകൂട്ടൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പ്രോഗ്രാമിനോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വയ്ക്കും. അവർക്കുള്ള എല്ലാം സെറ്റാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ. എനിക്കുള്ളതുപോലെ ഞാൻ കഴിച്ചില്ലെങ്കിൽ അവർക്കുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. കുഞ്ഞു ആവകളെ പോലെയാ. അവൻ എന്തെങ്കിലും കുസൃതികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൂന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ അവനിങ്ങനെ കുഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നോക്കും. അവനറിയാം ഞാൻ അതിനൊക്കെയാണ് വഴക്ക് പറയുന്നത് എന്നുള്ളതൊക്കെ അവനറിയാം. ഐഷുവിനാണെങ്കിലും അറിയാം. എന്നാലും ഇവൻ ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യും. അവൻ്റെ ഫേസിൽ നമുക്ക് അവൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇവൻ എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ്റെ ഫേസിൽ ശരിക്കും നമുക്ക് അതറിയാൻ പറ്റും. എന്നാൽ ഓവർ കുസൃതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പാവം കുഞ്ഞായിരുന്നു, സൈലൻ്റ് ആണ് ആള്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി അതുകൂട്ടൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനൊരു ഹോബിയുണ്ട്. അവൻ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നമ്മളൊക്കെ കിടക്കുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങും. ഐ തിങ്ക് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, കാണും. പിന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തട്ടിക്കളിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് അവൻ ജസ്റ്റ് ഒന്ന് പോകും. പിന്നെ മഴയാണെങ്കിലും ശരി, അവനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങും. അത് അവൻ്റെ ഒരു ഹോബിയാണ്. ഇവനിങ്ങനെ നൈറ്റ് റൈഡിനൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇവൻ എൻ്റെ ഡോറിൽ വന്നിട്ട് ഇങ്ങനെ തട്ടും. ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തട്ടും, ഇങ്ങനെ പിടിച്ച് തള്ളും. ചിലപ്പോൾ അവൻ അകത്ത് കയറും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ സോപ്പിടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നിട്ട് അവൻ്റെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ചിലപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ, നേരത്തെ പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി കിടക്കും. ചില സമയത്ത് ഇവൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഉള്ളതെന്ന് നോക്കുമ്പോൾ എനിക്കറിയാം ഇവൻ ഭയങ്കരമായിട്ട് നനഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പം ഞാൻ ചോദിക്കും, അതുകൂട്ടാ നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കൂലല്ലേ, നീ എപ്പോഴും ഈ രാത്രി ഇങ്ങനെ പോക്കാണ്, മഴയത്തും ഇങ്ങനെ നീ നനഞ്ഞിങ്ങനെ നടന്നോ എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെയും എൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കാലിന് ഭയങ്കര നീളം ഒരു ചിരി കൂടുതലാണ്. ഇവൻ എവിടെയാണെങ്കിലും നല്ല ഹൈറ്റിലൊക്കെ ഇവൻ ചാടി കയറും. അപ്പോൾ അതുകൂടെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അടുക്കളയിലൊരു ഹോളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഹോളുണ്ട്, അവന് പോകാൻ പറ്റിയ രീതിയിലൊരു ഹോളുണ്ട്.
ഇവൻ ഈ വഴിയാണ് എന്ത് ചെയ്യുന്നത്, രാത്രി നൈറ്റ് റൈഡിന് വേണ്ടിയിട്ട് ഇവനിങ്ങനെ ഇറങ്ങുന്നത്. സൺഡേ വ്യാഴാഴ്ച നൈറ്റ്, വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും അന്നത്തെ ദിവസം എനിക്കറിയില്ല കേട്ടോ എന്താന്ന്, അതിൻ്റെ തലേ ദിവസം ഇവൻ ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവം എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ വന്നിരിക്കും, ചിലപ്പം നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ തലയണയുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ അവൻ എൻ്റെ തലയുടെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും, ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി. ഇപ്പോൾ ഈ ഒരു സ്പേസ് ആണെങ്കിൽ അവൻ അത്ര അങ്ങനെ ചുരുണ്ടുകൂടി അവിടെ അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ. പക്ഷെ അവൻ ഇത് സംഭവിക്കുന്നതിൻ്റെ തലേന്ന്, അതായത് ബുധനാഴ്ച ഇതുപോലെ ഞാൻ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ വന്നിട്ട്, അപ്പം ഞാനങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂലേ എന്ന് പറയുന്ന പോലെ എൻ്റെ ഇവിടെ അവനിങ്ങനെ കൈ വെച്ചിട്ട്, അതായത് ഇങ്ങനെ ഇവൻ്റെ എന്താണ് എൻ്റെ ഫേസും കൂടി ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന പോലെ അവൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക. ഇതിൻ്റെ തൊട്ട് പുറകെ ഐഷുമായും വന്നിട്ട് അവളും അതിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം, സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൻ ഇതുവരെ ഇരിക്കാത്തൊരു ഇരിപ്പ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക അവനൊരു ഇച്ചിരി നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഐഷുമ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ രണ്ടുപേരുടെയും തലയൊക്കെ തടയി കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവനിങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച രാവിലെ ഇവൻ എന്താണ് കുഞ്ഞു കുസൃതി എന്ന് കാണിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. പിന്നെ വഴക്ക് പറഞ്ഞതിന് ഞാൻ സോറിയൊക്കെ പറഞ്ഞു, പിന്നെ ഞങ്ങൾ കൂട്ടായി. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, ശരീരത്തിന് ബുദ്ധിമുട്ട്, ഞാനൊട്ടും ആക്റ്റീവ് അല്ല. ഞാൻ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ബെഡിൽ തന്നെയായിരുന്നു, ഭയങ്കര കിടത്തമായിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്നാൽ എനിക്ക് ഫിസിക്കലി വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ എനിക്ക് പറ്റിയെന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പം അന്നും ഈവനിങ് ആയ സമയത്ത്, വ്യാഴാഴ്ച ഈവനിങ് സമയത്ത് അതുകൂടെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കവിളിനോട് ഇങ്ങനെ ചേർന്നിട്ട് ഇവരിങ്ങനെ ശരിക്കും എൻ്റെ കവിളും കൂടി ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരച്ചിട്ട്. ഞാനിപ്പോൾ ചോദിച്ച്, എന്താ അത് കൂട്ടാ, നിനക്ക് എന്താ പറ്റിയത് ഈ 2 ദിവസമായിട്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഭയങ്കരമായിട്ട് അവൻ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടും. അതുപോലെ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എക്സ്ട്രാ കുറച്ചും കൂടെ ഒരു ഇതിൽ അവൻ അങ്ങനെ ചെയ്യുക, ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ക്ലോസ് ആവുന്നു. എന്നിട്ട് ഞാൻ ഇവനുമായിട്ട് അവിടെ ബെഡിൽ കിടന്നിട്ട് ഇത് ഞങ്ങൾ തലയും കൂടി ഇവൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തലയായിട്ട് ഇങ്ങനെ മുട്ടിക്കും. ഇടയ്ക്കല്ല, എപ്പോഴുള്ള പരിപാടിയാണ്, ഇങ്ങനെ മുട്ടിക്കും. എന്നിട്ട് വന്നിട്ട് ഉമ്മ വരും, കിസ് തരും, ചിലപ്പോൾ നെറ്റിയിൽ ഉമ്മ വരും. ഭയങ്കര പാമ്പറിങ് ആയിരുന്ന ആള്. ഇപ്പം ഇങ്ങനെ ഒരു സ്പേസ് ആണെങ്കിൽ അവൻ അവിടെ ചുരുണ്ടുകൂടി അവിടെ കിടക്കും. അങ്ങനത്തെ ഒരു കുഞ്ഞാവായിരുന്നു അവൻ. സത്യം പറഞ്ഞാൽ അവന് 1 ഇയർ പോലും ആയിട്ടില്ല. അവനെക്കുറിച്ച് പറഞ്ഞ് തീരത്തില്ല, ഒരുപാടുണ്ട്. ഏറ്റവും എസ്പെഷ്യലായിട്ട് എനിക്ക് അവനെക്കുറിച്ച് പറയാനുള്ളത്, അവൻ ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആര് വിഷമിച്ചിരുന്നാലും അവൻ അവരുടെ പോയി ഇരുന്നിട്ട് എന്തിനാ വിഷമിക്കുന്നത്, ഞാനുണ്ടല്ലോ എന്ന് അറിയിക്കേണ്ട അവരുടെ കൂടെ പോയിരിക്കും. ഇവിടെ ഞാനും എൻ്റെ കസിൻസൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ മത്സരം നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ, അതുകൂട്ടനെ എൻട്രി ചെയ്യിക്കും. ഇവൻ ആരുടെ അടുത്താണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നോക്കുക. അവൻ ആദ്യം വരുന്ന എൻ്റെ അടുത്തോട്ടായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ പോയിരിക്കുന്നത് വേറെ ആരുടെങ്കിലും അടുത്ത് ഇങ്ങനെ പോയിരിക്കും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ആ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കും. കാരണം അവൻ അങ്ങനെയുള്ളവരുടെ അടുത്താണ് കൂടുതൽ പോയിരുന്നിട്ട് അവനൊരു ഒരു ഒരു കംഫർട്ട് കൊടുക്കുന്നത്, വിഷമിക്കേണ്ട എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാകുന്നത്, ഇപ്പോഴൊന്നും പറഞ്ഞ് തീരത്തില്ല. അതുപോലെ ഉണ്ട് ആദ്യക്കുട്ടനെ കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, അപ്പം വ്യാഴാഴ്ച രാത്രി ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ല, ഭയങ്കര ഒരു വയ്യായിക, ഒരു വിഷമം, എന്തൊക്കെയോ സംതിങ് മനസ്സിൽ കിടന്നിങ്ങനെ ഇതാവുന്നത്. അതെന്താണെന്ന് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അന്നത്തെ ദിവസം രാത്രി പറഞ്ഞ പോലെ മഴയുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. എന്നിട്ട് ഞാനോർത്ത് വെറുതെ പട്ടിണി ഇരിക്കണ്ട, കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഐഷുവിനും ആദുവിനും ഫുഡ് കൊടുത്തിട്ട് എന്താണ് ഞാൻ പിന്നെ പോയി മുഖമൊക്കെ ഒന്ന് ഫ്രഷായി, മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത്, എന്താ സംഭവം ഒന്നും അറിയില്ല, ഇങ്ങനെ ഒരുമാതിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. ഫ്രഷായിട്ട് ഞാൻ പിന്നെയും വന്ന് മുഖമൊക്കെ തുടച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന് ഫുഡ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡും കഴിച്ചിട്ട് ഓക്കെ, ഇവൻ സ്ഥിരം സർക്കിട്ടിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഐഷുമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞു, ഐഷുമ്മ
അത് അവൻ്റെ സ്ഥിരം പരിപാടിയല്ലേ. അവനോട് എത്ര പറഞ്ഞാലും അവൻ കേൾക്കൂല രാത്രിയാകുമ്പോൾ പുറത്തങ്ങനെ പോകല്ലേ എന്നുള്ളത്. അങ്ങനെ അവൻ പോയി. അപ്പോഴും ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എനിക്കെന്തോ അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല, ഇറങ്ങുന്നില്ല. എങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് കിടക്കാനായിട്ട് പോകുമ്പോഴും ഐഷുമ്മ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഐഷുമ്മ അവൻ പോയിട്ട് വരും, ഐഷുമ്മ പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്തോട്ടെ. അങ്ങനെ ആദ്യം അവൾ എൻ്റെ കൂടെ റൂമിലേക്ക് വന്നിട്ട് പിന്നെ അവൾ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നുറങ്ങി. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. പകലും സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു എനിക്ക്. അപ്പം കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ എന്താണ് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഞാൻ കിടന്ന് എങ്ങനെയൊക്കെയോ. പക്ഷേ അത് കഴിഞ്ഞിട്ടും എനിക്കെന്തോ ഒരു ഇത് ശരിയാവുന്നില്ല കിടന്നിട്ട്. അത് കൂടെ നിന്നാൽ ഇത് എവിടെ പോയി. മറ്റേത് എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് എന്തൊക്കെയാണ് സൗണ്ട് കേട്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേക്കാം, എന്താ സൗണ്ട് എന്നുള്ളത് നോക്കാം പിന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ പട്ടികളുടെ സൗണ്ട് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഞാൻ ഓടി വന്ന് വിൻഡോ ഉണ്ട്, ഹാളിൽ വിൻഡോ ഇതിങ്ങനെ ഞാൻ മാറ്റി കർട്ടൻ മാറ്റി ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുറത്ത് സിറ്റ് ഔട്ടിൽ ഒരു 4-5 വലിയ പട്ടി, ഒരു 3 അതിനേലും ചെറിയ പട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് മുറ്റത്തൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോൾ ഈ പട്ടികൾ ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്നുള്ളൊരിതായിപ്പോയി എനിക്ക്. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അപ്പോൾ ഡോറ് തുറക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും അത് പോയി, എല്ലാവരും പോയി. ഡോറ് തുറന്നില്ല, അതിന് മുന്നേ തന്നെ ഈ സൗണ്ട് കേട്ടപ്പം എല്ലാവരും കൂടെ പോയി. അങ്ങനെ ഞാൻ വീണ്ടും ജനലിൽ കൂടെ ഇങ്ങനെ നോക്കി. ആ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാം പോയി. അപ്പം ഞാൻ നോക്കുമ്പം ഐഷുമ്മ എൻ്റെ അടുത്ത് വീണ്ടും വന്ന്. ഞാൻ പറഞ്ഞു ഐഷുമ്മ അത് വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഒരു ഉറക്കം ഇങ്ങനെ പിടിച്ചു വന്നിട്ടാണ് എൻ്റെ ഇത് കേട്ടിട്ട് അവൾ വരുന്നത്. പക്ഷെ അവളെന്തോ ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ, ഈ പട്ടിയുടെയൊക്കെ സൗണ്ട് കേട്ടിട്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ ഇവൻ എവിടെയെങ്കിലും പേടിച്ച് എവിടെയെങ്കിലും മാറി ഇരിക്കുമായിരിക്കും ഇവരെയൊക്കെ കണ്ടിട്ട്. ഇനി ഇവൻ എല്ലാ വീട്ടിലും പോകുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇവൻ പേടിച്ച് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും, അവൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വീണ്ടും എഗെയിൻ ഓരോരോ ടെൻഷനും കാര്യങ്ങളും. അങ്ങനെ വീണ്ടും ഞാൻ എങ്ങനെയൊക്കെയാണ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞതായിട്ട്. പിന്നെ ഞാനൊരു 4:30 ആയപ്പോൾ ഞാൻ വീണ്ടും ചാടി എണീറ്റ്, ഉറക്കം ശരിയായിട്ടില്ല, എണീറ്റ്. അപ്പോഴും ഞാൻ വന്ന് നോക്കുമ്പം ഐഷുമ്മ ഇവിടെ ഉണ്ട്, അത് കൂട്ടം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇവനിത് എവിടെ പോയി എന്നുള്ളൊരു ടെൻഷനായി. പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ, ഈ പറഞ്ഞ പോലെ പേടിച്ചിരിക്കുമായിരിക്കും, ഒന്ന് നേരെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടം വീണാൽ മതി, നേരെ ഒന്ന് വെളുത്ത് കഴിഞ്ഞാൽ അവനെ എനിക്ക് പോയി നോക്കാമല്ലോ എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഐഷുമ്മയെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് ഞാനും കൂടെ ഇങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ഇങ്ങനെ അവളോട് ഞാൻ പറഞ്ഞു, അത് കുട്ടനോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു ഐഷുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കിറങ്ങി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല. ഒരു 5:45 ഒക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം നേരം ഒന്ന് വെളുത്ത്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഇരുട്ട് മൂടി കിടക്കുകയാണല്ലോ. ഞാൻ എന്ത് വന്നാലും വേണ്ടില്ല, കുഴപ്പമില്ല, അതുകൂട്ടനെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇവൻ്റെ ഫുഡ് ഇരിക്കുന്ന ഒരു കവറുണ്ട്, ആ കവറും എടുത്ത് ഞാൻ ഇറങ്ങി. ഇവൻ ഇവിടെ ഈ പരിസരത്ത് ഉണ്ടെങ്കിൽ ഞാൻ കിച്ചണിൽ കയറി എൻ്റെ ഒരു രാവിലെ ആണെങ്കിൽ ഇവൻ എൻ്റെ സൗണ്ട് കേട്ടാ എവിടെ കിടന്ന് ഉറങ്ങുന്ന ആളാണെങ്കിൽ ശരി ഓടി വന്നിട്ട് ഡോർ അടച്ചാണ്ടിരിക്കുന്ന ഇവൻ പിടിച്ച് തള്ളി തുറക്കാനായിട്ടൊക്കെ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡോറ് തുറന്നിടും. അപ്പോൾ ഇവനിങ്ങനെ ഓടി ഒരു 5:45 ആയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ചിലപ്പം കിച്ചണിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് ഇവൻ നിൽക്കും ബാക്കിൽ. അപ്പം ഞാൻ കിച്ചണിൻ്റെ ഡോറ് ഞാനിങ്ങനെ തുറന്നു കേട്ടോ. തുറക്കുമ്പം നമ്മുടെ ഒരു സൈഡിലായിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്, അവിടെ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോറ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ പുല്ലൊക്കെ ആരോ വെട്ടിയിട്ടിരിക്കുന്ന പോലെ, അത്രയും ഹൈറ്റിൽ നിന്ന് പുല്ലൊന്നും അവിടെ കാണുന്നില്ല, എന്താ ചവിട്ടി മതിച്ചിട്ടിരിക്കുന്ന പോലെ, വെട്ടിയിട്ടിരിക്കുന്ന പോലെ. അവിടെ അങ്ങനെ ലൈറ്റ് ഉണ്ട്, എന്നാലും ശരിക്കും എനിക്കത് വിസിബിൾ അല്ല, മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്ത് പറ്റി, ഇതാരാ ഈ പുല്ലൊക്കെ ആരാ വെട്ടിയിട്ടെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമോ. അപ്പം ഞാൻ പെട്ടെന്ന് അത് കുറ്റിയിട്ടിട്ട് അതുകൂടെ തന്നെ ഈ ഫുഡിരുന്ന കവറും എടുത്ത് ഞാൻ ഇറങ്ങി, മെയിൻ ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി. എന്തു വന്നാലും വേണ്ടില്ല, എനിക്കവനെ കാണണം, എനിക്കവനെ കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കവനെ കാണണം. എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഇതും എടുത്തിറങ്ങി. അപ്പം ഐഷുമ്മ അവൾ എവിടെ പോവുകയാണെങ്കിലും ഇവനെ നോക്കാൻ ഇവിടെ വരും. പക്ഷെ ഐഷുമ്മ വരാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഐഷുമ്മ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവളങ്ങനെ
അകത്ത് തന്നെ നിൽക്കുക, പുറത്തോട്ട് അവൾ വരുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോറ് ക്ലോസ് ചെയ്ത് ഫസ്റ്റ് ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ നോക്കിയത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ട് അതുകൂടെ നീ എവിടെയാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നോക്കി. ദെൻ ഞാൻ നേരെ റോഡിലേക്ക് നോക്കി, അവനവിടെ കാണുന്നില്ല. മറ്റേ ഇങ്ങനെ ഈ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ വരുന്ന. പിന്നെ ഞാൻ നേരെ നോക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ചെരുപ്പിടാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ നോക്കി റോഡിലേക്ക് നോക്കി പിന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവനവിടെ കിടക്കുകയാണ്. ഓക്കെ, അതുകുട്ടൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഫുഡും അതൊക്കെ പോയി. പിന്നെ പറയണ്ടല്ലോ, അവൻ്റെ കിടത്തം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ. അനക്കമില്ലാതെ കിടക്കുന്ന അതുകുട്ടനെ കണ്ടത്. പെട്ടെന്ന് ഞാൻ അകത്തേക്ക് കയറി. എനിക്ക് ഭയങ്കര ഷോക്കായി പോയി, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതെനിക്കില്ല. ഭയങ്കരമായിട്ട് ഞാൻ ഷോക്കായി. കുറേ ഇരുന്ന് കരഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി, അവനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അതുകൂട്ടാ നീ പോയത്, എന്തിനാണ് നീ പോയത്, ഞാൻ പറഞ്ഞല്ലേ നീ പോകണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവൻ കണ്ണു തുറന്ന് ശരിക്കും എന്നെ നോക്കി കിടക്കുന്നല്ലോ. എന്നെ നോക്കി കിടക്കുക തന്നെയായിരുന്നു അവൻ. കണ്ണു തുറന്ന് കിടക്കുക, ഇങ്ങനെ തന്നെ കിടക്കുക അവൻ. അനക്കമില്ല, ആളില്ല. പക്ഷെ ഇങ്ങനെ നോക്കി അവൻ്റെ ആ കണ്ണ് കാണുമ്പോൾ ശരിക്കും നമ്മൾ നോക്കിയിട്ട് അവൻ എന്തൊക്കെയോ പറയുന്ന പോലെയൊക്കെ തോന്നുക. അങ്ങനെ അതുകൂട്ടനെ നോക്കുമ്പോൾ അവൻ്റെ ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവൻ്റെ വയറ്റിൽ ചെറിയൊരു മുറിവ്, നമ്മളിങ്ങനെ എന്തെങ്കിലും പൂച്ചകളൊക്കെ ഇങ്ങനെ മാന്തുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മുറിവ് പോലെ ഒരു കുഞ്ഞു മുറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ വേറെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അവൻ്റെ ബോഡിയിൽ കാണുന്നില്ല. അപ്പം ഞാൻ ഇവൻ എന്താ പറ്റിയത് റബ്ബേ, വേറെ മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ ബോഡിയിൽ വേറെ മരവിച്ച് കിടക്കുകയാണ് ആള്. ഞാൻ അവൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് മരവിച്ചിരിക്കുകയല്ലേ, എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ കൈയോട് അവൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ഞാൻ വെച്ച്. അപ്പം ഭയങ്കര ഒരു ഇത്, എന്താ പറയേണ്ടത്. ഞാനീ പറയുന്നത് പെറ്റ്സ് ഉള്ളവർക്കറിയാം അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. പെറ്റ്സ് ഉള്ളവർക്കറിയാം എന്തായിരിക്കും എൻ്റെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അങ്ങനെ അതുകൂട്ടൻ ഇനി ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവൻ ഈ വീട്ടിൽ എവറി പോർഷനിൽ ഏതൊക്കെ മുക്കുമൂലുണ്ട് അവിടെയൊക്കെ അവനുണ്ട്. ഞാൻ എവിടെ പോയിട്ടുണ്ട് അവിടെയൊക്കെ അവനുണ്ട്. അവൻ എന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടത്തില്ല. അവൻ ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും അവനവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയാലും എവിടെ പോയാലും അവനവിടെ വരും. ഈവൻ നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ബാത്ത് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഇവൻ അതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ ഇറങ്ങി വരുന്നവർ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഒരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ റിയാലിറ്റി ഇതാണല്ലോ. അവനങ്ങനെ ഒരുപാട് നേരം കിടത്താനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ പോയി എന്നുള്ള മനസ്സിലായി. അങ്ങനെ പിന്നെ എന്താണ് ഞാൻ പെട്ടെന്ന് എന്താ അവൻ അത്രയും അടുത്തറിയുന്ന ആളുകളോട് ഇങ്ങനെ പറഞ്ഞ്, 2-3 പേരോട് ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ അടക്കണം. പെട്ടെന്ന് തന്നെ വെച്ച് താമസിപ്പിക്കാതെ തന്നെ. എനിക്ക് പറയാനുള്ള ഈ വന്നവർ പോലും കരഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെ അവനെ അടക്കിയപ്പോഴും എനിക്കവനെ കുഴിച്ചിടാനൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അത് വേണ്ട, എന്തിനാ അത് കൂട്ടനെ അങ്ങനെ ചെയ്യുന്ന, അവനൊരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവനെ എനിക്ക് അങ്ങോട്ട് കൊണ്ട് പോകാനോ അല്ലെങ്കിൽ കുഴിയെടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാൻ അവൻ്റെ കണ്ണിലോട്ട് നോക്കാം, അവനൊന്ന് എണീറ്റാൽ മതിയായിരുന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എണീക്കുന്നില്ല. അവൻ്റെ കണ്ണിലോട്ട് തന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കുക, കണ്ണടയ്ക്കാൻ നോക്കി. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ടില്ല. സോറി കേട്ടോ. അപ്പം വീണ്ടും അവൻ്റെ കൈ നിന്ന് എനിക്ക് വിടാൻ തോന്നില്ല. അവൻ്റെ കൈ ഇങ്ങനെ ഞാൻ നോക്കി, അതിൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ആള് മരവിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ
എന്താണ് അവർ പറഞ്ഞു, എന്നാൽ നീ തന്നെ എടുത്തോണ്ടൊന്ന് വെക്കിന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അവനെ ഇങ്ങനെ എടുത്ത് നോക്കി. പിന്നെ വീണ്ടും അവനവിടെ വെച്ചിട്ട് ഞാൻ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കരയും. എപ്പോഴും എൻ്റെ കൈ ചേർത്ത് പിടിച്ച ആളാണ്. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, നീ തന്നെ എടുത്തോടാ, നീ തന്നെ കൊണ്ടുവന്നിട്ട് അവനിവിടെ കൊണ്ടുവന്ന് കിടത്ത്, നമുക്ക് അവനെ അടക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിവനെ വീണ്ടും ഒന്ന് പൊക്കി നോക്കി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അവൻ്റെ മരവിച്ച ഒരു കുഞ്ഞു ശരീരം എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റൂല, എനിക്ക് അത് കുട്ടനെ നിങ്ങളതിനെ കൊണ്ടുപോയി കിടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ കൊണ്ടുപോയി. എനിക്ക് നേരെ കാണുന്ന രീതിയിൽ തന്നെ അവനവിടെ കൊണ്ടുപോയി അടക്കി. ആ സമയത്ത് അതിന് മുന്നേ ഞാൻ ഐഷുമ്മ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവള് സിറ്റ് ഔട്ടിലോട്ട് പോലും ഇറങ്ങുന്നില്ല. ഇവർ രണ്ടുപേരും കളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. അവൾക്ക് ഭയങ്കര പേടി പോലെ എന്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഐഷുമ്മയ്ക്ക് മനസ്സിലായി കാണും, അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം അവൾ ഇതുവരെ ചെയ്യാത്തതാണ്. എപ്പോഴും പുറത്തോട്ടൊക്കെ പോകാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്, അതിനെ പോലെ തന്നെ. അപ്പോൾ അവളാണെങ്കിൽ പുറത്തോട്ട് വരുന്നില്ല. അവളെന്തോ പേടിച്ച് വിഷമിച്ചൊക്കെ നിൽക്കുന്ന പോലെ അകത്ത് തന്നെ നിൽക്കുകയാണ്. അവസാനമായപ്പോൾ ഐഷുവിനെ കൂടെ കൊണ്ടുവന്നു. അടക്കിയത് കഴിഞ്ഞപ്പോഴാണ് അവൾ പിന്നെ വരുന്നത്. അവൾ എന്നിട്ട് അതുകുട്ടൻ അടക്കിയ സ്ഥലത്ത് മുകളിൽ അവളിങ്ങനെ മാറി കിടന്നു. എന്നിട്ട് അതൊക്കെ കണ്ടുമ്പം എന്താ പറയുക, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും ആർക്കാണെങ്കിലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുള്ള ആർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്യും. അങ്ങനെ ഓക്കെ, അവന് അടക്കി കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെയാണല്ലോ ഞാനിത് കാണുന്നത്. പിന്നെ നമ്മളുടെ സങ്കടം അറിയാമല്ലോ, നമ്മളങ്ങനെ വിഷമിച്ചിരുന്ന് അവർക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സമാധാനിപ്പിച്ചു. പിന്നെ അവർ അവരുടേതായിട്ടുള്ള ഓരോരോ ജോലി കാര്യത്തിനായിട്ടൊക്കെ പോയി. അങ്ങനെ എന്താണ് ജുമ കഴിയുന്നവരെ ഇവനിടയ്ക്ക് ആ ഒരു ടൈമിലൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജുമ കഴിയുന്നവരെ മഴയൊന്നുമില്ല. ജുമ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മഴ പെയ്തു. ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാം. അതുപോലെ ഇങ്ങനെ മഴ ശരിക്കും ഇങ്ങനെ, അവൻ പോയതിന് പ്രകൃതി ഭയങ്കരമായിട്ട് ആർത്തലച്ച് കരഞ്ഞൊരു ഇതുപോലെ ആയിപ്പോയി. ഭയങ്കരമായിട്ട് മഴ പെയ്തു, ഭയങ്കരമായിട്ട് ഇരുട്ടൊക്കെ മൂടി ഭയങ്കര മഴയൊക്കെ പെയ്തു. ആ മഴ പെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കോളിംഗ് ബെൽ അടിച്ചു. വീട്ടിലാരോ വന്നിട്ടുണ്ടെന്നുള്ളത് കോളിംഗ് ബെൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാനത് ആരാണ് ഇതിന് മാത്രം കോളിംഗ് ബെല്ല് അടിക്കുന്നത് എന്നിങ്ങനെ ഓർത്തിട്ട് ഞാൻ പോയി ഡോർ തുറന്ന് നോക്കിയപ്പം കോളിംഗ് ബെല്ല് ആരും ഓണാക്കിയിട്ടും ഇല്ല, ഒന്നുമില്ല, അവിടെ ആരും ഇല്ല. പക്ഷേ കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അത് ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇന്ന് വരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് ആ കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള കാറ്റും അതും ഇത്. ഞാൻ പിന്നെ ഡോർ അടച്ച് പെട്ടെന്ന് സങ്കടം വന്നു. അപ്പം എനിക്ക് അവനോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ അത്രയും അറ്റാച്ച് ആയതുകൊണ്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നിയത് ആദ്യക്കുട്ടൻ ഇവിടെ ഉണ്ട്, ആദ്യക്കുട്ടൻ പറയായിരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവനായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ. എനിക്ക് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. എന്ന് വെച്ചാൽ ഇന്ന് വരെ ഇല്ലാതിരുന്നൊരു സംഭവമാണ് കോളിംഗ് ബെൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അത് ഏകദേശം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് നിൽക്കും, പിന്നെ ഉണക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ നിൽക്കുന്നില്ല. ആ ഒരു ടൈമിൽ അവൻ അടക്കി കഴിഞ്ഞ് എന്താണ് ജുമായും കഴിഞ്ഞിട്ട് ഈ ഒരു ടൈമിൽ ഉണ്ടായതാണ് ഈ ഒരു സംഭവം. അങ്ങനെ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയത്. അതുപോലെ തന്നെ എന്താ പറയണ്ട, അവൻ അടക്കുന്ന സമയത്തൊക്കെ അവൻ എൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു നമുക്ക് ഒരു ഏഞ്ചലിനെ പോലെ അവൻ്റെ ആ ഒരു ഇത്, ഏഞ്ചലിനെ പോലെ എന്തോ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ചുറ്റിപ്പറ്റി അവനിങ്ങനെ നിൽക്കുന്നു, അവനിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്ന ആ ഒരു കരച്ചിൽ. അവൻ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഈ പൂച്ചകളൊക്കെ ഇങ്ങനെ കുറുകൂലേ, അതുപോലെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശരിക്കും അവൻ എൻ്റെ അടുത്തുള്ള പോലെ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും അവനുള്ളപ്പം അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കും, താഴെ ഇങ്ങനെ വന്നിരിക്കും. അങ്ങനെയൊക്കെ ചില വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം, അതുകൂട്ടാ ഐഷുമ്മ രണ്ടുപേരും റൂമിൽ പോയിരിക്കട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അവിടെ എത്തും, അലമ്പൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ അവരവിടെ ഇരുന്നുകൊണ്ട് കളിക്കും. ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് അവരെ പോയി നോക്കും, അങ്ങനെയൊക്കെ.
അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. ഇതെന്താ ഇങ്ങനെയൊരു സംഭവം? ഏകദേശം ആ ഒരു കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കോളിംഗ് ബെല്ല് നോക്കിയപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ റെഡ് ലൈറ്റ്, അതിൻ്റെ ഉള്ളിലൊരു റെഡ് ലൈറ്റ് ഉണ്ട്, അതിങ്ങനെ കത്തും, പിന്നെ ഒന്ന് കുറയും. ആദ്യം ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അന്ന് കുറഞ്ഞ്. എന്താ സംഭവം എന്നെനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നെ ഓണാക്കിയപ്പോൾ വീണ്ടും, പിന്നെ കുറച്ച് കൂടുതൽ നേരം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇത് തന്നെ. അങ്ങനെ മാറുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ മുകളിൽ അങ്ങനെ നിന്ന്, പിന്നെ എങ്ങനെയോ അത് തന്നെ നിന്നുപോയി. അപ്പം എനിക്ക് തോന്നി ചിലപ്പോൾ ആദ്യക്കുട്ടനായിട്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും, ഞാനിവിടെ ഉണ്ട്, വിഷമിക്കേണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പം അങ്ങനെയാണ് ആദ്യക്കുട്ടൻ പോയത്. പക്ഷെ എനിക്കിപ്പോഴും ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പട്ടികൾ കൊണ്ടിട്ട് അവൻ്റെ ബോഡിയിൽ വേറൊരു റാഷസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്താണെന്ന് എനിക്കിപ്പോഴും അത്ഭുതം. എന്താ അവന് ശരിക്കും പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. ഇനി പേടിച്ചു പോയതാണോ? നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവിടെ അങ്ങനെ ഇതായിപ്പോയി ഒന്നും എനിക്കറിയില്ല. എന്തായാലും അവനങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ സ്റ്റിൽ എൻ്റെ ഒരു വിശ്വാസം ആദ്യക്കുട്ടൻ, അതായത് നമ്മളോട് അത്രയും ചേർന്ന് ഇരിക്കുന്ന ആൾക്കാരുടെ, ഇവൻ നമ്മളാണെങ്കിലും മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയാണ് പോകുന്നത്, സൗൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു സംഭവമാണല്ലോ, അങ്ങനെയാണ് പറയാറ്. അപ്പം നല്ല സൗൾസ് അങ്ങനെ ഉണ്ടാവും, ഐ തിങ്ക് സോ, എനിക്കറിയില്ല. അപ്പം അവൻ എന്താ പറയുക, അവനങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനിപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അവൻ ഞാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത്. ഞാൻ അവനോട് എപ്പോഴും സംസാരിക്കും, അശ്വിനോട് സംസാരിക്കും കേട്ടോ, പക്ഷെ എന്നാലും അവനോട് എപ്പോഴും സംസാരിക്കും. അവനിങ്ങോട്ടൊന്ന് തിരിച്ച് അവന് ഒരു ആക്ഷനിൽ അവൻ എന്തായിരിക്കും പറയുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനോട് ഡെയിലി ഞാൻ സംസാരിക്കും. അവൻ്റെ ഓരോരോ കുടുംബത്തരങ്ങൾക്കൊക്കെ ഞാനിങ്ങനെ കൂട്ട് നിൽക്കും. അപ്പം അന്നെന്തോ മറ്റേത് അവൻ ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെയൊക്കെയുള്ളൊരിതായിരുന്നു. അന്നെന്തോ അവനിങ്ങനെ പോയി. അപ്പം അത്രയും നാൾ ഉണ്ടായിരുന്ന ആദ്യക്കുട്ടൻ ഞങ്ങൾക്ക് അത്രയും മനസ്സമാനം തന്നിട്ടുണ്ട്. പിന്നെ അവനില്ലാഞ്ഞപ്പം ഭയങ്കര ഒരു ശൂന്യത. അവനായിരുന്നു ഈ വീടിൻ്റെ എല്ലാം എന്ന് എനിക്കപ്പോൾ തോന്നിയത്. ഭയങ്കര വല്ലാത്തൊരു ശൂന്യത. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വണ്ടിയിൽ പോയിട്ട് വരുമ്പോഴാണെങ്കിൽ ശരി, എല്ലായിടത്തും അവനിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വീട്ടിലെ എല്ലായിടത്തും, ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, അവൻ ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ പോയി അവിടുത്തെ കൊച്ചുകുട്ടികളായിട്ടൊക്കെ ഓടിക്കളിക്കും. അവരിങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ ഓടിക്കളിക്കും. അങ്ങനെ എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. എനിക്കറിയില്ല അവനെന്താ പറ്റിയെന്നുള്ളത്. ചിലപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളായിരിക്കും അവൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. എനിവേ സ്റ്റിൽ അവൻ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ഹോപ്പിൽ തന്നെയാണുള്ളത്. ഞാനിപ്പോഴും അറിയാതെ എപ്പോഴും ഇങ്ങനെ ആദ്യക്കുട്ട ഐഷുമ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞത് കഴിക്കണ്ടേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ, ഇവരോടെ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ പെട്ടെന്ന് അത് കൂട്ടാന്ന് ഇങ്ങനെ ഒരു, അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ വിളിച്ചു പോവും. ഇതിന് ശേഷമാണെങ്കിൽ ഞാൻ കിടക്കുമ്പോഴൊക്കെ അവനടുത്ത് വന്ന് കിടക്കുന്ന പോലെ, പാമ്പർ ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. ഐ തിങ്ക് അവൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഹോപ്പ് തന്നെയാണ് എനിക്കുള്ളത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കോളിംഗ് ബെല്ല് വരാനും അറിയില്ല. എൻ്റെ ഒരു ഹോപ്പ് ഇതന്നെ, എൻ്റെ ഒരു ഹോപ്പാണ് അവനുണ്ട്. അവനങ്ങനെയൊന്നും എന്നെ വിട്ടു പോകാനും പറ്റില്ല. കാരണം ഞാൻ എന്തൊരു വിഷമത്തിലിരുന്നാലും ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും അവൻ എൻ്റെ കൂടെ ഉണ്ട്. പഠിച്ചവനുണ്ട്. പഠിച്ചവനായിട്ട് എനിക്ക് തന്ന അത്രയും വലിയൊരു ഗിഫ്റ്റായിരുന്നു അവൻ. അപ്പം അവൻ അങ്ങനെയൊന്നും എന്നെ വിട്ടു പോകാനും പറ്റില്ല. ആദ്യക്കുട്ടൻ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പം അതൊക്കെയാണ് ആദ്യക്കുട്ടന് സംഭവിച്ചതായിരുന്നു. അപ്പം അതിൽ നിന്ന് എങ്ങനെ ഞാൻ ഓവർകം ചെയ്യുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. സ്റ്റിൽ ഇപ്പോഴും ഞാൻ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും എന്താ പറയുക, അതായിരുന്നു സംഭവം. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.